ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ആദിമാസ് വ്ലോഗ്. ഇന്ന് നമ്മുടെ ഒരു നോർമൽ സൺഡേ കണ്ടാലോ. നോർമൽ സൺഡേ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റീവ് സൺഡേ. പ്രൊഡക്റ്റീവാന്ന് പറയാൻ കാരണം തന്നെ കുറച്ച് നേരത്തെ എണീറ്റു ഇന്ന്. പൊതുവേ നേരത്തെ എണീക്കുന്ന ദിവസങ്ങളെല്ലാം കുറച്ച് പ്രൊഡക്റ്റീവാണ്. അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് ആദ്യം ചെയ്യുന്ന കാര്യമാണ് ബെഡൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അത് ഫിനിഷ് ചെയ്തു. എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ള ശീലം കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടാണ്. അതെനിക്ക് പൊതുവെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തരുന്ന പോലെ തോന്നാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ജനാല തുറന്ന് കുറച്ച് നേരം പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. രാവിലെ തന്നെ ആയതിനെക്കൊണ്ട് നമുക്കൊരു ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കും. ഇത് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കി നിന്നാൽ അത് റെഡിയാവും. കുറച്ച് സമയം തുടങ്ങിയപ്പോഴത്തേക്ക് വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എണീറ്റ് നമ്മുടെ മോർണിംഗ് റൊട്ടീൻസൊക്കെ കണ്ടിന്യൂ ചെയ്തു. ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാനും പിന്നെ ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ കൂടെ പോവുകയാണ്. ഇത് നമ്മൾ ഡോർമെറ്ററിയിൽ താമസിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു സൺഡേ വ്ളോഗാണ്. ഇപ്പം നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 2 ദിവസമായി. നമ്മളിവിടുന്ന് പുറത്തോട്ട് നോക്കിയേക്കുമ്പോൾ ഭയങ്കര രസമുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ പൊതുവേ ഒരുപാട് കിളികൾ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് രാവിലെ. അതും റെയറായിട്ട് കാണുന്ന ഒരുപാട് കിളികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫേസ് വാഷ് നമ്മുടെ അക്വലോജിക്ക് തന്നെയാണ്. അത് യൂസ് ചെയ്ത് ഫേസും വാഷ് ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ്. കാര്യമായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ടിട്ട് നമ്മൾ രാവിലെ തന്നെ അതിനെക്കൊണ്ട് എനർജി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതാണ് എൻ്റെ ലിപ് ബാം. ഇത് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ കുറച്ച് തരുന്നൊരു ലിപ് ബാമാണ്. ഇതൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയത് വാങ്ങുന്നവരെ തൽക്കാലം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഡിറ്റക്ട് ചെയ്തത് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ തരുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉടനെ ഓടി. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് അല്ലെങ്കിലും പൊതുവേ നല്ല വിശപ്പാണ്. നമ്മുടെ മെസ്സിൽ മുടി കെട്ടാണ്ട് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ മുടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. സൺഡേ ഡെയിലി ഇവിടെ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാവാറ്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ മേലെ കയറി വന്നു. ഒരുപാട് റെക്കോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതിലേക്ക് ഇരിക്കാൻ വിചാരിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഈ മുൻകൂട്ടി പറഞ്ഞത് ഇതൊരു പ്രൊഡക്റ്റീവ് സൺഡേ വ്ളോഗാണെന്ന്. പൊതുവേ സൺഡേസൊക്കെ ഉറങ്ങി തീർക്കാറാണ് പതിവ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ചുമ്മാ ഇരിക്കും. ഇത് പിന്നെ കാര്യമായിട്ട് വലിയ പ്ലാനൊന്നും ഉണ്ടായില്ല ഇന്ന്. അതുകൊണ്ട് ഇന്ന് കുറച്ച് എഴുതാനും വായിക്കാനുള്ളതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. കുറേ എഴുതാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മുടെ ഫസ്റ്റ് പ്രൂഫ് കഴിയാനായി. എക്സാം എടുത്തിട്ടുണ്ട്. കുറച്ചധികം റെക്കോർഡ് വർക്ക്സും പഠിച്ചു തീർക്കാനും ഉണ്ടായി. അപ്പോൾ പിന്നെ അതിനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ജസ്റ്റ് ബോറടിച്ചപ്പോൾ ഒരു സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ അപർണയും സുലും റൂമിൽ വന്നിട്ടുണ്ടായി. അങ്ങനെ അവരുടെ കൂടെ ചായയും സ്നാക്സും കഴിച്ചിരുന്നു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇന്നത്തെ വൺ ഓഫ് ദ മെയിൻ ടാസ്കിലൊന്നായിരുന്നു ഈ വോള് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബെഡ് സൈഡിലെ വോളായിരുന്നു ഇത്, അത് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ എഴുത്തുകൾ മാത്രമല്ല, ഒരുപാട് പൊടി പിടിച്ചതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അതൊന്നും ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടേബിൾ ക്ലീൻ ചെയ്യാനുണ്ടായി. കുറച്ചധികം പണികൾ നടന്നതിനെ കൊണ്ട് വല്ലാതെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ അതും കുറേ പെട്ടെന്നെല്ലാം കൂടെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെച്ചു. ഈ ടേബിൾ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ക്ലീൻ ചെയ്താലും പിന്നെയും അതുപോലെ ആവുമെങ്കിലും പിന്നെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണത്. കുറച്ചധികം സമയം എടുത്താലും ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യങ്ങളിലൊന്നാണിത്. ഈ ശീലം തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഈ അടുത്ത് ഇപ്പോൾ ഓരോ പിൻട്രസ്റ്റ് എല്ലാം കണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളോടാണ് ഇപ്പോൾ അഡിക്ഷൻ. നേരത്തെ ഞാൻ വെള്ളം കുടിച്ച കുപ്പിയും ഇപ്പോൾ ടേബിളിലിരിക്കുന്ന കുപ്പിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് അതെൻ്റെ കുപ്പിയല്ലായിരുന്നു. രാവിലെ ഞാൻ വെള്ളം നിറച്ച് അടിച്ചത് ഉണ്ടായില്ല. അങ്ങനെ റൂംമേറ്റിൻ്റെ കുപ്പിയിൽ വെള്ളം കുടിച്ചു.
ഇത് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് വാങ്ങിച്ച കുപ്പിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുപ്പിയാണിത്. വീഡിയോസിൽ കുറച്ച് സെക്കൻഡുകൾ കണ്ട് കാര്യം കഴിയുന്നുണ്ടെങ്കിലും നന്നായിട്ട് പണിയെടുത്തിട്ടാണ് അത് ഒരുവിധം ഒന്ന് ഒതുങ്ങിയത്. ആദ്യം നമ്മളൊരു അറേഞ്ച്മെൻറ്റ് വെച്ചു, അത് പിടിക്കാതിട്ട് നമ്മൾ 2-3 വട്ടം ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ വെച്ച് നോക്കി. അവസാനം ഒരു രീതിയിൽ അങ്ങ് ഒതുക്കി വെച്ചു. ഇത് സിംഗിൾ ടേബിളല്ല, നമ്മൾ 2 ആൾ കൂടെ ഷെയർ ചെയ്യുന്ന ടേബിളാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക, ഒന്ന് വൃത്തിയാക്കുക, എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഹോസ്റ്റലിലെ ഡോർമെറ്ററിയിൽ ഇങ്ങനെയാണ് പൊതുവെ. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിപ്പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ റൂം സൈഡ് ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുളിയും കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതിനെ കൊണ്ട് പെട്ടെന്ന് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോഴത്തേക്ക് അപർണയും സുലുവും വന്നിട്ടുണ്ടായി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. അപ്പം നമ്മൾ ജസ്റ്റ് സൺസ്ക്രീനും പൗഡറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരുങ്ങി. പിന്നെ ആ ലിപ്സ്റ്റിക് ഇട്ടിട്ടൊന്ന് പോവാം. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. എന്നെ എന്തായാലും പുറത്തു പോകല്ലേ, അപ്പോൾ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇരുന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. നല്ല വെയിലുണ്ടായി, പക്ഷേ നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അതുവരെ റൂമിലിരുന്ന് ചടച്ചിട്ടായിരിക്കാം, കുറച്ച് വെയിലൊക്കെ കൊണ്ടപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായി. ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ കോളേജ് ഗ്രൗണ്ടാണ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലൂടെ ഷോർട്ട് കട്ട് എടുത്ത് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. വലിയൊരു ആനമണ്ടത്തരം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും തിരക്കിട്ട് വന്നത്. ഇന്ന് സൺഡേ ആണ്, ലബോറട്ടറി ക്ലോസ് ആണെന്നുള്ള ബോധം പോലും ഇല്ലായിരുന്നു. വന്ന സ്ഥിതിക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. റിനോവേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ ഐറ്റംസ് ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ബിരിയാണിയും വാങ്ങി ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു. ഫുഡ് കഴിച്ച് വന്ന് കുറച്ച് നേരം ഇരുന്ന് റീല് കണ്ടു. വീണ്ടും നമ്മൾ റെക്കോർഡ് എടുത്ത് ഇരുന്നിട്ടുണ്ട്. എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ചൊന്നുമല്ല. സംസ്കൃത റെക്കോർഡാണ്, അപ്പോൾ ഒരുപാട് എഴുതാനുണ്ട്. കുറച്ചെഴുതുമ്പം തന്നെ പിന്നെ പൊതുവേ ബോറടി ഉള്ളതിനെ കൊണ്ട് 4 മണി പെട്ടെന്നായി. അപ്പോൾ ഓടിപ്പോയി ചായ എടുത്തിരുന്ന് സ്നാക്സും കഴിച്ചിരുന്നു. വൈകുന്നേരം ആയപ്പോൾ പിന്നെ രാത്രി മെസ്സിൽ കഞ്ഞി ഉണ്ടായി. കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഞാനും അപർണയും കൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. നടക്കാൻ പോയപ്പോൾ ചെറിയൊരു മഴ പെയ്ത ഒരു അന്തരീക്ഷവും ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായി. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ഓപ്പൺ സ്റ്റേജിൻ്റെ അവിടെ പോയി. ആളിത് ചിരി കാണാൻ ക്യൂട്ടാലേ. അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നട്ടപ്പാതിരാക്ക് 2 ഐസ്ക്രീം വാങ്ങി നടക്കുകയാണ്. നട്ടപ്പാതിരൊന്നല്ല, സംഭവം 7:30 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ രാത്രി ഇരുന്ന് കുറച്ച് ഊഞ്ഞാലും ആടി ഐസ്ക്രീമും കഴിച്ച്. ശരിക്കും അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായ മഴ പെയ്യുമെന്ന് പേടിച്ച് ഞങ്ങൾ ഓടി. സംഭവം 9:20 ആയി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.